ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഓപ്പോന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ കമ്മ്യൂണിറ്റി ടാബിൽ നിന്ന് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. ഓപ്പോന്റെ പുതിയ ഫോണുകളിൽ ഓപ്പോ A74, ഓപ്പോ A94, റെനോ 5 ഇങ്ങനെയുള്ള ചില ഫോണുകളിലൊക്കെ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ അൺബോക്സ് ചെയ്ത സമയത്ത് കാണിച്ചിട്ടില്ല. ഈ ഒരു ഫോൺ ഞാൻ ഏകദേശം 2 മാസം മുമ്പാണ് തോന്നുന്നത് അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ്. പക്ഷേ അന്ന് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത് 8 GB റാമിലാണ്. ഈ ഒരു ഫോൺ നമുക്ക് 13 GB റാം ആക്കി മാറ്റാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഓപ്പോ A94 എന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 8 GB 128 GB സ്റ്റോറേജ് ആണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ഓപ്പോൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഓപ്പോ A94, അതായത് ഓപ്പോ 74, റെനോ 5Z, റെനോ 5 ഇങ്ങനെയുള്ള ഫോണുകളിലൊക്കെ ഈ റാം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിലാണ് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോൺ പുറത്തുനിന്ന് എടുത്തതിന് ശേഷം ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പോൻ്റെ A94 എന്ന ഈ ഒരു ഫോണ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കും ഈ ഒരു ഫോണിൽ എത്ര GB റാം ഉണ്ട്, പിന്നെ എത്ര കൂട്ടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പൂർണ്ണമായിട്ടുള്ള അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടണിൽ നോക്കിയാൽ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ഓണാക്കി. ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ എബൌട്ട് സെക്ഷനിലേക്കാണ്. എബൌട്ട് ഫോൺ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എത്ര റാം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 8 GB റാം ഉണ്ട്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, ഒന്നും മാറ്റം പറ്റുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിൽ വൈഫൈ കണക്ട് ചെയ്യാണ്. വൈഫൈ ഉള്ള ആളുകൾക്ക് വൈഫൈ കണക്ട് ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. നമുക്കൊരു 716 MB ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ആദ്യം തന്നെ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വൈഫൈൻ്റെ സ്പീഡിനും അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് സമയമെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സുഹൃത്തുക്കളെ, നമ്മളെ ഫോൺ ഇപ്പോൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ വൈഫൈ കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു അപ്ഡേറ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സിങ് ഇതിൽ കാണിച്ചിട്ടില്ല, വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഫോണൊക്കെ ഓഫായി ഓണായിട്ട് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഉള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് തന്നെ പോയിട്ട് എബൌട്ട് സെക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. എബൌട്ട് സെക്ഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് 8+3 GB. അതായത് ഇപ്പം 11 GB റാമിലാണ് ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാം 8 GB മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം 8+3 GB റാമിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഓപ്ഷനും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിൽ റാം എക്സ്പെൻസ് ഓഫാക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 8 GB മാത്രം മതി എന്നുള്ള ആളുകൾക്ക് 8 GB മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതല്ല, നമുക്ക് 2 GB റാം മതി എന്നുള്ള ആളുകൾക്ക് എക്സ്ട്രാ ആയിട്ട് 2 GB വേണ്ട ആളുകൾ കേട്ടോ 2 GB സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5 GB എക്സ്ട്രാ ആണെന്നുള്ള ആളുകൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 8+5 = 13 GB റാം ഇത് കിട്ടും. പക്ഷേ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്താണ് ഇങ്ങനെ ബാക്ക് അടിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരില്ല. അപ്പോൾ ആ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഫോൺ ഓഫാക്കി ഓണാക്കണം. അതായത് റീസ്റ്റാർട്ട് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഞാൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തു. ഫോൺ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഫോണിൻ്റെ അബൌട്ട് സെക്ഷനിലേക്ക് തന്നെ വീണ്ടും ഒന്ന് പോയി നോക്കാം. വീണ്ടും പോയി നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 8+5 GB, അതായത് 13 GB റാമിലാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഈ ഒരു ഫോണിൽ ഇവിടെ കംപ്ലീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റാം എക്സ്പെൻഷൻ ചെയ്ത ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇതെങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതൊരു ഫോൺ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള ഫോണാണ് കേട്ടോ പറഞ്ഞത്. Reno 5, Reno 5Z, അതുപോലെ തന്നെ Oppo A74, A94, ഈ ഇത്രയും ഫോണുകൾക്കാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. പല ഫോണുകൾക്കും ഇനിയും ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇനി Oppo A54 അപ്ഡേറ്റ് വരുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഇത്രയും ഫോണുകൾക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച A74 വന്നിരുന്നു, പക്ഷേ അന്ന് A94 വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ A94 ഇന്നലെ മിഞ്ഞാന്നറ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ഫോണുകൾക്ക് അപ്ഡേറ്റ് വരുമ്പോൾ ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എബൌട്ട് സെക്ഷനിലേക്ക് പോവുക, എന്നിട്ട് റാം എത്രയാണ് വേണ്ടി സെറ്റ് ചെയ്യുക, അതിന് ശേഷം ഫോൺ ഓഫാക്കി ഓണാക്കുക. അത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ രണ്ടാമതായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓപ്പോൻ്റെ മറ്റു ഫോണുകളിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അതുവരേക്കും ഗുഡ് ബൈ.